നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ടൂറിസം വകുപ്പാണെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചൊവ്വാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. ബസ് ഉടമകൾ പ്രതിഷേധ പ്രകടനം നടത്തി. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ മികവിന്റെ കേന്ദ്രമാകുന്നു. 50 കോടി രൂപരേഖ തയ്യാറാക്കി. വാർത്തകൾ വിശദമായി. വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ടൂറിസം വകുപ്പാണെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഇന്ത്യക്കെതിരെയുള്ള വ്ലോഗുകളാണ് ജ്യോതി മൽഹോത്ര പ്രചരിപ്പിക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന് അറിയാമെന്നും അത് മനസ്സിലാക്കിയാണ് അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. വളരെ വലിയ താത്വിക ആചാര്യനായിട്ടുള്ള മന്ത്രി എം വി രാജേഷ് ഇത്രയും സർക്കാർ ആശുപത്രികൾ ഇവിടെ ഉണ്ടായിട്ടും എവിടെയാ ചികിത്സിക്കുന്നത്? നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് എവിടെയാ ചികിത്സിക്കുന്നത്? ഈ വീണ ജോർജ് എവിടെയാ ചികിത്സിക്കുന്നത്? കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും സർക്കാർ ആശുപത്രികളിൽ പോകുന്നേയില്ല. സർക്കാർ ആശുപത്രികളിൽ പോയാൽ സാധാരണക്കാരനായ പൗരന്മാരുടെ ആശങ്ക പോലെ മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും അവരുടെ ജീവൻ കിട്ടുമോ എന്നുള്ള സംശയമാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ തന്നെ ഭയമുണ്ട്. കാരണം ഇത് മുഴുവൻ ചോരുകയാണ്. ഇവിടെ എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്നറിയില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ ആശുപത്രികളുടെ എല്ലാ അവസ്ഥ. ഡോക്ടർമാരില്ല. ഗുരുതരമായ പ്രശ്നമാണ്. ശൈലജ ടീച്ചർ, നമ്മുടെ കണ്ണൂരുകാരി ടീച്ചറമ്മ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയൊരു പ്രഖ്യാപനം നടത്തി. സർക്കാർ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാടിക്കൽ രാമകൃഷ്ണ മന്ദിരത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാടിക്കൽ രാമകൃഷ്ണ മന്ദിരത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളം പൂർണ്ണമായും ഇല്ലാതാക്കിയ രോഗങ്ങൾ മുഴുവൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മഴ പെയ്താൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും കൊണ്ട് കേരളം പൊറുതിമുട്ടുകയാണ്. വേനൽക്കാലമായാൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ മുമ്പിൽ മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗങ്ങൾ കേരളത്തിൽ തിരിച്ചു വരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അതിഗുരുതരമായ രോഗത്തിൽ നട്ടം തിരിയുന്ന കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ കേരളത്തിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വന്നതിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ മികവിന്റെ കേന്ദ്രങ്ങളായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ അറിയുന്നു, കഴിഞ്ഞ കോവിഡ് മഹാമാരിക്കാലത്ത് ധാരാവി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കോളനികളിൽ മരിച്ചു വീണതിനേക്കാൾ കൂടുതൽ മരിച്ചു വീണത് നമ്പർ 1 ആയ കേരളത്തിലാണ്. അന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി തിട്ടം കൂട്ടിയത് 1.5 രൂപയുടെ ഗ്ലൗസ് 12 രൂപയ്ക്ക് വാങ്ങി സ്വന്തം കീശ വീർപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. മാർച്ചിന് ജില്ലാ സൗത്ത് പ്രസിഡന്റ് ബിജു എളക്കുഴി, ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സുമേഷ്, നേതാക്കളായ വിജിൽ, രാജൻ പുതുക്കുടി, ജോസ് A1, എൻ രതി, സി പി സംഗീത, കെ കാർത്തിക, മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന സമിതി അംഗം സത്യപ്രകാശൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി എം.ആർ. സുരേഷ്, അഡ്വക്കേറ്റ് ഷിജിലാൽ, സുരേന്ദ്രൻ മാസ്റ്റർ, സെക്രട്ടറി ഇ.പി. ബിജു, പ്രീത പ്രദീപ്, ദിവ്യ ചെള്ളത്ത്, റീന മനോഹരൻ, തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ലിജേഷ്, ജനറൽ സെക്രട്ടറി നിഷാന്ത് എന്നിവർ നേതൃത്വം നൽകി. നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
സൂചന ബസ് പണിമുടക്കിന്റെ മുന്നോടിയായി തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ ബസ്സുടമകൾ നഗരത്തിൽ പ്രകടനം നടത്തി. നാരങ്ങാപുരത്തെ ബസ്സുടമസ്ഥ സംഘം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ്, സദാനന്ദ പൈ റോഡ്, OV റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ ലോഗൻസ് റോഡ് വഴി നാരങ്ങാപുരത്ത് സമാപിച്ചു. നാരങ്ങാപുരത്തെ ബസ് ഉടമസ്ഥ സംഘം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ്, സദാനന്ദ പൈ റോഡ്, OV റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ ലോഗൻസ് റോഡ് വഴി നാരങ്ങാപുരത്ത് സമാപിച്ചു. സംഘടനാ ഭാരവാഹികളായ കെ ഗംഗാധരൻ, കെ പ്രേമാനന്ദൻ, TP പ്രേമനാഥൻ, KK ജിനചന്ദ്രൻ, NB വിജയൻ, കെ ദയാനന്ദൻ, TM സുധാകരൻ, കൊട്ടയോടി വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് അതേപടി പുതുക്കി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി ബസ്സുകൾ സൂചനാ സമരം നടത്തുന്നത്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരത്തിന് പ്രഖ്യാപനവുമുണ്ട്. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ ഗവേഷണം, ഇന്നോവേഷൻ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് എന്നീ മേഖലകളിൽ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ഇതു സംബന്ധിച്ച് തയ്യാറാക്കിയ കൺസെപ്റ്റ് നോട്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ അംഗീകരിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് കേപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നൂതന സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും സമഗ്രമായ സ്റ്റാർട്ടപ്പ് പിന്തുണയിലൂടെയും ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി വളർത്തിയെടുക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുമുള്ള കേന്ദ്രമാക്കി കോളേജിനെ മാറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്, ആധുനിക ലോജിസ്റ്റിക് സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കും. പശ്ചാത്തല വികസനം ഉൾപ്പെടെ 50 കോടി രൂപയുടെ പ്രപ്പോസൽ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്നതിനോടൊപ്പം സ്കിൽ ഡെവലപ്മെന്റിന് തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്ന സ്ഥാപനം മുഖേന പ്രൊജക്ട് ആവിഷ്കരിക്കുന്നതിനും ആലോചിക്കും. സഹകരണ വകുപ്പ് മന്ത്രിയുമായും കിഫ്ബി സിഇഒയുമായും നിയമസഭാ സ്പീക്കർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേപ്പിന് കീഴിലുള്ള തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായത്. ജൂലൈ 25-ന് വീണ്ടും യോഗം ചേർന്ന് കിഫ്ബിക്ക് പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സഹകരണ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദീപു P. നായർ, ക്യാപ്പ് ഡയറക്ടർ ഡോക്ടർ താജുദ്ദീൻ അഹമ്മദ്, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ S. ജയകുമാർ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T. മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ M. കുഞ്ഞുമോൻ, SK അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുതുച്ചേരി പോലീസ് 10ാം ബാച്ചിന്റെ 31ാമത് വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. തലശ്ശേരി ഹുസൈൻമോട്ട ലോറൽ ഗാർഡനിൽ നടന്ന പരിപാടി മാഹി പോലീസ് സൂപ്രണ്ട് G. ശരവണൻ ഉദ്ഘാടനം ചെയ്തു. മാഹി പോലീസ് സൂപ്രണ്ട് G. ശരവണൻ ഉദ്ഘാടനം ചെയ്തു. ஈச் அண்ட் எவ்ரி நம்மளோட கொலீக்ஸ் ட்ரைனிங்கில் எப்படி இருக்குமோ ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கலாம், பேசிக்கலாம், சம்சாரிச்சுக்கலாம், ஒரு ஹாப்பினஸ் உண்டாகும். அதுக்காக இந்த ஃபங்க்ஷன் அவசியம் நடத்தி தான் ஆகணும், நடத்தாமல் இருக்கக்கூடாது. இப்போல்லாம் நாங்கள் 80 பேட்ச்சு 33 முடிச்சிட்டோம், அதுக்கப்புறம் கடினம். பட் நீங்கள் 35 இயர், இது உண்மையிலே ஒரு பெரிய விஷயம் தான். அது சிஐ மாஹே ஒரு பெரிய எஃபர்ட் எடுத்து எல்லோரும் பாண்டிச்சேரி, காரைக்கால் எல்லாருமே வந்திருக்காங்க. பெரிய விஷயமாக தான் நினைக்கிறேன். இது ஒரு பெரிய விஷயம் தான். அதுபோல் எல்லாருமே நம்ம ரிட்டர்மெண்ட் வரைக்கும் ஃப்ரெண்ட்ஸாக இருக்கணும் நினைக்கிறேன். ஆஃப்டர் ரிட்டர்மெண்ட்டு நீங்கள் ஃப்ரெண்ட்ஸாக இருக்கலாம். ஆஃப்டர் ரிட்டர்மெண்ட்டும் வரக்கூடாது. டில் டெத் வரைக்கும் நம்ம ஃப்ரெண்ட்ஸாக இருக்கலாம். போலீஸ் டிபார்ட்மெண்ட் நம்ம இந்த செலிப்ரேஷன்ஸ் எப்படி உருவாகுது அப்படின்னு நம்ம எல்லாரும் நினச்சி பார்க்கணும். நம்ம எல்லோரும் போலீஸ் செலக்ட் ஆகணும், பேசிக் ட்ரைனிங் செய்கிறோம். ட்ரைனிங்கில் எவ்வளோ கஷ்டப்படுகிறோம். அந்த ட்ரைனிங் 1 இயர் கம்ப்ளீட் ஆனதுக்கப்புறம் போஸ்டிங் போடுறாங்க. ஒவ்வொரு இடத்துல எல்லாமே செப்பரேட், ஒரே இடத்துல எல்லாம் வேலை செய்யலாம். ட்ரைனிங்கை மட்டும்தான் நம்ம ஒரே எல்லாமே இருக்கிறோம். அதுக்கப்புறம் டிரான்ஸ்ஃபரில் எல்லாம் டிஃப்ரெண்ட் பிளேஸு நம்ம டிரான்ஸ்ஃபரில் வேலை செய்யலாம். அப்புறம் எங்கேயாவது நம்ம மீட் பண்ணிக்கிறோம், ஹாய் சொல்கிறோம், எப்படி இருக்குன்னு கேட்குறோம். ஃபுல்லாக விசாரிக்க மாட்டோம்.
கொஞ்சம் தான் விசாரிப்போம், ஃபுல்லாக விசாரிக்க மாட்டோம். அவங்க வேலையை பார்க்க போவீங்க. இந்த ஃபங்க்ஷனில் நம்ம ஃபுல்லாக எல்லாரும் என்கொயரி பண்ணினா ஃபுல்லாக திருப்தியாக பேசணும், நல்லா பேசணும். ഡിവൈഎസ്പി എം ബി ആസാദ് മുഖ്യാതിഥിയായി. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ മാറ്റം ഉണ്ടാകുന്നത് കോവിഡിന് മുമ്പേയും കോവിഡിന് ശേഷം നമ്മൾ പറയാറുണ്ട്. ഫാമിലി ലൈഫിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. കാരണം കോവിഡിന് ശേഷം മനുഷ്യരുടെ ചിന്ത മാറുകയും ഇപ്പോൾ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാർ അധ്യക്ഷനായി. 10th ബാച്ച് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ബാച്ചാണ്. 1994 ജൂലൈ 7-ാം തീയതി നമ്മൾ CI കണ്ണൻ, CI BC കീർത്തി, SI മാരായ ശ്രീധർ, S മണി എന്നിവർ സംസാരിച്ചു. PP അനിൽകുമാർ സ്വാഗതവും പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പോലീസുകാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. വിവിധ കലാമത്സരങ്ങളും നടന്നു. പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1992 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മമത 92 അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഇരു വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ ആദരിച്ചു. പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ചുണ്ടാകണം, അവരെ സഹായിക്കാനും സൗഹൃദം പങ്കാടാനും അവരെ വിഷമതകൾ മനസ്സിലാക്കാനും ഉണ്ടാകണം, ചേർത്ത് പിടിക്കാനും നിങ്ങൾ ഉണ്ടാകണം. പക്ഷെ കേൾക്കാത്ത പല വാർത്തകളും കൂട്ടായ്മയിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഉണ്ടാകരുത്. കൂട്ടായ്മയിൽ വില്ലലുകളില്ലാതെ ഒരു തെറ്റിദ്ധാരണകളും ഇല്ലാതെ നല്ല നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ട് സമൂഹത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിൽ പങ്കെടുക്കുന്ന ഷാഹുൽ അമീദായാലും KK സുധീർ കുമാരായാലും KP യൂസുഫ് ആയാലും രമേശൻ മാഷായാലും ധനഞ്ജനായാലും ഇത് ഞങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇവർ വ്യത്യസ്ത രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിലാണ്. പക്ഷെ നമ്മുടെ സൗഹൃദത്തെ, സുഹൃത്ബന്ധത്തെ തകർക്കാൻ ഒരാശയത്തിന് സാധിച്ചിട്ടില്ല. ഇതാണ് ആവശ്യം. രാഷ്ട്രീയം ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകും. പക്ഷെ സൗഹൃദം എപ്പോഴും സൗഹൃദമായി നിലനിർത്താൻ നിങ്ങൾക്കും ഒരു പാഠമായി മാർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഇരു വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സൂരജ് ധർമാലയം അധ്യക്ഷനായി. ധന്യ S രാജേഷ്, റാഫി തലശ്ശേരി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജിതേഷ് പാനൂർ, KP യൂസഫ്, PK ഷാഹുൽ ഹമീദ്, PK സലീം ചമ്പാട്, റയീസ് അഹമ്മദ്, K രമേശൻ മാസ്റ്റർ, KK ധനഞ്ജയൻ, ഫിറോസ് എന്നിവർ സംസാരിച്ചു. മാധ്യമ മേഖലയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട സഹപാഠി മീഡിയ മലബാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KP ഷീജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. കോടിയേരി ഓണിയൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ ഓണിയൻ ഒരുമ ജൂലൈ 10 വ്യാഴാഴ്ച ആദര സമ്മേളനം സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 ഓണിയൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനം സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതോടൊപ്പം തന്നെ
കോടിയേരി പ്രദേശത്തെ ഏറ്റവും നല്ല കലയായ കരാട്ടെ പരിശീലകനുമായിട്ടുള്ള ബഹുമാന്യനായ സെൻസായി വിനോദ് കുമാറിനെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. കൂടാതെ ഞങ്ങളുടെയൊക്കെ സഹപാഠിയും പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ള ശ്രീ കോടിയേരിയുടെ നാമധേയത്തിൽ ഒരു പുരസ്കാരം കോടിയേരി തന്നെ അഭിമാനമായ ശ്രീമതി ബേബി സുധക്ക് നൽകാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തരത്തിലുള്ള 3 തരം അനുമോദന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ശംസീർ അവർ നിർവഹിക്കുകയാണ്. 10/7/2025 വൈകുന്നേരം 4 മണിക്കാണ് ഈ ചടങ്ങ് ഈ കോടിയേരി യൂണിയൻ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്നത്. സ്കൂളിൽ നിന്നും ഇത്തവണത്തെ SSLC പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, അന്തർദേശീയ തലത്തിൽ പ്രശസ്തനായ കരാത്തെ പരിശീലകൻ സെൻസായി വിനോദ് കുമാറിനെ ഉപഹാരം നൽകി ആദരിക്കൽ, ഓണിയനിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മൺമറഞ്ഞ ജനകീയ നായകൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി മികച്ച സാമൂഹ്യ സേവനത്തിന് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ബേബി സുധയ്ക്ക് കൈമാറൽ തുടങ്ങിയ പരിപാടികളാണ് ആദര സമ്മേളനത്തിൽ ഒരുക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പൗരപ്രമുഖരും സംബന്ധിക്കും. കോടിയേരി പഴയ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കോടിയേരി വില്ലേജിൻ്റെയും ഏക ഹൈസ്കൂൾ ഓണിയൻ ഹൈസ്കൂളിൽ 1964 മുതൽ 8ാം ക്ലാസ് തുടങ്ങുകയും 66-67 കാലഘട്ടത്തിലാണ് SSLC അവിടെ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാലം മുതൽ പഠിച്ചിട്ടുള്ള 60 വർഷത്തോളം അവിടെ വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള പഠനം പൂർത്തിയാക്കി വന്നിട്ടുള്ള അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് അടുത്ത കാലത്തായി ഞങ്ങൾ ഓണിയൻ ഒരുമ എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ TM സുധാകരൻ, K സുലോചന, KK പ്രവീൺകുമാർ, കാരായി രമേശൻ, MK ഗിരിജൻ, MM ശശിധരൻ എന്നിവർ സംബന്ധിച്ചു. ഇന്റർ മാനേജ്മെന്റ് ട്രാൻസ്ഫർ മുഖേന കടുവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ചാർജെടുത്ത മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റമീസ് പാറാലിന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്കൂൾ മാനേജർ PPA സലാം നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ PPA സലാം സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത്, സ്റ്റാഫ് സെക്രട്ടറി P ഇസ്ഹാഖ്, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മയിൽ കോയമ്പ്രത്ത്, പ്രിൻസിപ്പൽ മുഹമ്മദ് സുജൻ VK, BHC പ്രിൻസിപ്പൽ സുഭാഷ് ചന്ദ്രബോസ്, സീനിയർ അസിസ്റ്റന്റ് MC ഷിജില, മുൻ പ്രധാനാധ്യാപകൻ V വത്സൻ, CK മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. അധ്യാപനത്തിനു പുറമെ മികച്ച സംഘാടകനും എഴുത്തുകാരനും ഗ്രന്ഥകാരനും കരിയർ ഗൈഡൻസ് വിദഗ്ധനുമാണ് ഇദ്ദേഹം. SCERT സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ, CG സീനിയർ കരിയർ കൗൺസിലർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ എക്സ്റ്റേണൽ ഫാക്കൽറ്റി എന്നീ പദവികളിൽ പ്രവർത്തിച്ചു വരുന്നു. കടവത്തൂർ വെസ്റ്റ് UP സ്കൂൾ അധ്യാപിക KM സുലേഖയാണ് ഭാര്യ. നാഫിയ ഫാത്തിമ, നിദ റമീസ് എന്നിവർ മക്കളാണ്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം അറ്റ് 2025 സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷത വഹിച്ചു. V നിമിഷ, M സിന്ധു, K പ്രീത, K ഷീജ, KC പ്രീത എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സംഗീത സ്വാഗതവും MP സാരചൻ നന്ദിയും പറഞ്ഞു. കൂൺ കൃഷിയിൽ നേട്ടം കൊയ്ത് ചമ്പാട് സ്വദേശിയായ യുവാവ്. ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കണിയാങ്കണ്ടിയിൽ ഗ്രീൻ ഹൗസിൽ KK സലാഹുദ്ദീനാണ് കൂൺ കൃഷിയിൽ നേട്ടം കൊയ്യുന്നത്. പ്രവാസി കൂടിയായ സലാഹുദ്ദീന്റെ കൂൺ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് KP മോഹൻ MLA നിർവഹിക്കും. 20 വർഷത്തോളമായി പ്രവാസിയായ സലാഹുദ്ദീൻ ഈയിടെയാണ് കൂൺ കൃഷിയിലേക്ക് തിരിഞ്ഞത്. യൂട്യൂബ് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി.
വീടിന്റെ മട്ടുപ്പാവിൽ ഇരുട്ട് റൂം സജ്ജീകരിച്ച് നടത്തിയ കൂൺ കൃഷിയിലൂടെ നല്ല വിളവ് ലഭിച്ചതോടെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി. കുറ്റ്യാടി, ഇരിട്ടി എന്നിവിടങ്ങളിൽ നിന്നും കൂൺ വിത്തുകൾ എത്തിച്ചു. വിത്തിട്ട് 1 മാസത്തിനകം വിളവെടുക്കാനും സാധിച്ചു. ഓരോ തവണയും വിത്തിടുന്നത് രേഖപ്പെടുത്തി വയ്ക്കും. മുറിയിൽ തണുത്ത കാലാവസ്ഥ ആവശ്യമുള്ളതിനാൽ കൃത്രിമമായി അതിനുള്ള വഴിയും കണ്ടെത്തി. വൈറ്റമിൻ ഡി കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ കൂൺ നല്ലൊരു പോഷകാഹാരം കൂടിയാണ്. കൂണിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കൊളസ്ട്രോളും പൊട്ടാസ്യം രക്തസമ്മർദ്ദവും ബീറ്റാ ഗ്ലൂക്കോസ് പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പോഷകാഹാര കലവറിയായ കൂൺ ഏതു രീതിയിലും പാചകം ചെയ്യാമെന്നും കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ ഭയമില്ലാതെ കഴിക്കാമെന്നും സലാഹുദ്ദീൻ പറയുന്നു. ഞാൻ 20 വർഷത്തിൽ കൂടുതൽ പ്രവാസിയായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറേ അതും ഇതുമെല്ലാം നോക്കി അപ്പം തന്നെ ഈ കൂണിനെ പറ്റി അറിയുന്നത്. അതിനെപ്പറ്റി ഞാൻ കാര്യമായിട്ട് പഠിച്ചു. അങ്ങനെ കുറച്ച് ട്രയൽ എന്നുള്ള നിലയിൽ കുറച്ച് ചെയ്ത് നോക്കി. അതിൽ നല്ല വളവും കാര്യങ്ങളും കിട്ടി. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി കൂടുതൽ ചെയ്തു. അതും നല്ല നിലയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾ ആരോഗ്യത്തിനും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാ ആൾക്കാർ ആരോഗ്യത്തിനും വളരെ സമ്പുഷ്ടമായിട്ടുള്ള ആരോഗ്യമുള്ളൊരു സാധനമാണിത്. പിന്നെ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് പിന്നെ പാക്കിങ് പറിക്കലും പിന്നെ വിളവെടുപ്പും പാക്കിങ്ങെല്ലാം ചെയ്ത് ഒരു 7 മണിക്കേക്ക് മാർക്കറ്റിൽ എത്തിക്കണം. അപ്പോൾ അതിലെല്ലാം കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും മാത്രമേ ഇത് മാർക്കറ്റിൽ ശരിക്കും പോവുകയുള്ളൂ. ഒരു ദിവസം മാത്രമേ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അത് എല്ലാം നോക്കി ചെയ്ത് പിന്നെ എൻ്റെ കുടുംബവും ഞാനും തന്നെയാണ് ഇപ്പോൾ ഇതാണ് ചെയ്തു വരുന്നത്. ഇനി കൂടുതൽ വിപുലമാവുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ളൊരു സാധ്യതയുള്ളൊരു സംരംഭമാണ്. ഒരുപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് പ്രൊഡക്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡ്രൈ ആക്കിയിട്ട് ചെയ്യാനുള്ളതുണ്ട്, അച്ചാറുണ്ടാക്കാനുണ്ട്, പിന്നെ ഭക്ഷണങ്ങൾ തന്നെ ആക്കിയിട്ട് വെക്കാനുള്ള സാധ്യതകളും കൂടി ഇതിനുണ്ട്. ഒരുപാട് സാധ്യതകൾ ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് തന്നെ എല്ലോ മുള്ളോ മത്സ്യത്തിലും മാംസത്തിലുള്ള മാതിരി എല്ലോ മുള്ളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് ഗ്യാസിൻ്റെത് ഒരുപാടുള്ളതാണ്. പിന്നെ അതിനെക്കാട്ടെല്ലാം കുറഞ്ഞ പൈസ ഇതിന് വരികയുള്ളൂ. 200 ഗ്രാമിന് 100 രൂപയുള്ളൂ. അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ 200 ഗ്രാം 100 ഗ്രാം കൊണ്ടുപോയാൽ ഒരു വീട്ടിൽ ഒരു 4-5 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും കൂടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പല ഗുണങ്ങളും ഇതിന് കാണുന്നുണ്ട്. പിന്നെ രോഗികൾക്കും കൂടിയും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. എല്ലാവിധ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ കൂടിയും ഇതിന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ വീട്ടുപറമ്പ് ഇപ്പം തന്നെ മൊത്തം പരിസര മലിനീകരണം കാരണം കൊണ്ട് ഇത് പറമ്പുകളിലൊന്നും അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇതൊരു അന്യം നിന്ന് പോയൊരു വസ്തു എന്ന് തന്നെ പറയാമായിരുന്നു. അപ്പോൾ ഇപ്പം പുതിയ തലമുറയ്ക്ക് ഒരു അറിവും കൂടിയാണ് ഈ സംഭവം. സമ്പുഷ്ടവും ആരോഗ്യവും അറിവും അപ്പോൾ എല്ലാം കൂടി കലർന്നിട്ടുള്ളതാണ്. അപ്പം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യ റഫീദയും മകൾ ഫാത്തിമത്തുൽ സഹീറ, മരുമകൾ ഹിബ ഫാസിൽ എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റും സലാഹുദ്ദീൻ നടത്തുന്നുണ്ട്. കൂൺ കൃഷിയുടെ വിളവെടുപ്പ് സലാഹുദ്ദീന്റെ ഗ്രീൻ ഹൌസിൽ ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് KP മോഹനൻ MLA നിർവഹിക്കും. VV മുസ്തഫ ഹാജി ഏറ്റുവാങ്ങും. പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ അധ്യക്ഷനാകും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3-ാം സ്ഥാനവും BComൽ 7-ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. Courses offered: BBA, BCom Finance, BCom Corporation, BA English,
Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്തെന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായ് വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി വടക്കുംപാട് ആർഷ പോഷിണി വായനശാല ഗ്രന്ഥാലയം PN പണിക്കർ IV ദാസ് അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു. വായനശാല ഹാളിൽ തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മൊകേരി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ മനസ്സിൽ സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഉറവകൾ ഉണ്ടാകണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് സാധിക്കുന്നത്. നിങ്ങൾ വായിച്ച പുസ്തകത്തിലുള്ള കഥാപാത്രങ്ങൾ നിങ്ങളെ ആകർഷിക്കും, നിങ്ങളെ മാടി വിളിക്കും, നിങ്ങളെ ഉത്തേജിപ്പിക്കും, നിങ്ങളെ കരുത്തുള്ളവനാക്കി മാറ്റും. അതിനാണ് വായന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ചിന്തകളുണ്ടാകും. എനിക്ക് ഇന്നതാവണം, എനിക്ക് ഇന്ന പോലെ ആവണം എന്നൊക്കെയുള്ള വിചാരം ഉണ്ടാകും. പക്ഷേ ആ വിചാരങ്ങളെല്ലാം മനസ്സിൽ കിടക്കുകയും അത് എന്താണ്, അതിൻ്റെ പ്രായോഗിക തലം സമൂഹത്തിലാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, ആ പ്രായോഗിക തലത്തെക്കുറിച്ച് നമുക്ക് ചിന്ത വേണമെങ്കിൽ നമ്മൾ വായിക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പരിപാടിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുട്ടിയോട് ചോദിക്കും, SSLC കഴിഞ്ഞ് എന്താ എനിക്ക് പരിപാടി? കാര്യമായിട്ട് അവർക്ക് ഉത്തരവൊന്നും പറയാൻ കഴിയില്ല. എന്താ പറയുക, അത് അച്ഛൻ പറയുന്ന പോലെ അല്ലെങ്കിൽ അമ്മ പറയുന്ന പോലെ. പി സുരേഷ് അധ്യക്ഷത വഹിച്ചു. എം സുരേഷ് ബാബു, കെ വാത്സല, വി അജിത്ത്, എം സത്യൻ, LG ബിജു, അശോകൻ കൊടുവള്ളി, MK യതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LSS, USS, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള കർഷക സംഘം വടക്കുംപാട് വില്ലേജ് സമ്മേളനം നടന്നു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിൽ കുണ്ടാഞ്ചേരി രവീന്ദ്രൻ നഗറിലാണ് സമ്മേളനം നടന്നത്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ കർഷക പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അത് രൂപീകരിക്കുമ്പോൾ 1,34,000 കർഷക സംഘത്തിന്റെ ചില സംഘടനകൾ കേരളത്തിനകത്ത് രൂപീകരിക്കപ്പെട്ടു. അതാണ് ഈ നികുതിദായക സംഘം, കുടിയാന്മാരുടെ സംഘം എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള ചില സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ആ സംഘങ്ങൾ അവർക്ക് വലിയ നിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ജമ്മിമാരിൽ നിന്നുള്ള PR വസന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK രമേശൻ, MP ശ്രീഷ, പയ്യമ്പള്ളി രമേശൻ, KA ജഗദീഷ് ബാബു, P സനീഷ് എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU തലശ്ശേരി ഏരിയ സമ്മേളനം നടന്നു. തലശ്ശേരി ലോട്ടസ് പരിസരത്ത് നടന്ന സമ്മേളനം ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മൊയ്തു അധ്യക്ഷത വഹിച്ചു. പതാകയും ഉയർത്തി. നിരവധിയായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് വേണ്ടിയിട്ട് പറ്റൂ. സാർവദേശീയ തലത്തിൽ ഒരു യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായി അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 12-ാം തീയതി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. 22-ാം തീയതി അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിച്ചു. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരിയിലെ തൊഴിലാളികൾക്ക് എന്താ പ്രശ്നമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ലോകത്തെവിടെ നടക്കുന്ന സംഭവങ്ങളും നമ്മുടെ തലശ്ശേരിയിലെ തൊഴിലാളികളെയും തലശ്ശേരിയിലെ കുടുംബങ്ങളെയും അവരുടെ വീടിനെയും അവരുടെ അടുക്കളയെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇറാൻ എന്ന് പറയുന്ന ഒരു പശ്ചിമേഷ്യൻ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള മേഖലയാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. ഇറാൻ, ഇറാഖ്, ജോർദാൻ, ജോർജിയ, UAE, ഖത്തർ, ആ ഗൾഫ് മേഖല മുഴുവൻ അവിടുത്തെ പ്രധാന സമ്പത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എണ്ണയാണ്. അപ്പൊ ആ എണ്ണ മേഖല ലോക സാമ്രാജ്യത്തിന്റെ കയ്യിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വരുതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആക്രമണം നടത്തിയത്. പക്ഷെ നമ്മെ പല രീതിയിൽ അത് ബാധിക്കും. ഗൾഫ് മേഖലയിൽ യുദ്ധം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യ രാജ്യത്തെയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയുമാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാനെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. T രാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്തസാക്ഷി പ്രമേയം ശ്രീജിത്ത് അവതരിപ്പിച്ചു. അനുശോചന പ്രമേയം EP ഷഫീഖ് അവതരിപ്പിച്ചു. ST ജെയ്സൺ, EP ശ്രീജൻ, A രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. മനോജ് സ്വാഗതവും U അഷ്റഫ്
നന്ദിയും പറഞ്ഞു. മലബാർ കോപ്പറേറ്റീവ് വെൽഫെയർ സൊസൈറ്റി അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയവരെ ആദരിച്ചു. മഞ്ഞോടിയിലുള്ള മാപ്കോസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. IMA സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ CK രാജീവ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം, അഭിമാനമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ അവാർഡ് തന്നിരിക്കുന്നത് ഇമേജ്, IMAയുടെ ഇമേജ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഏതെങ്കിലും ഒരു കേരളത്തിൽ ഒരു ചെറിയ ഹോസ്പിറ്റൽ വരെ എന്തെല്ലാം ഹോസ്പിറ്റൽ വേസ്റ്റ് ഉണ്ട്, നെയിൽസ് ഉണ്ട്, ഇതൊക്കെ ശരീരഭാഗങ്ങളിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത കാര്യങ്ങളിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. അത് പകരം ഇവിടെ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം നല്ലത് മോശമായ വേസ്റ്റ്. ഈ വേസ്റ്റുകളൊക്കെ അങ്ങ് മഞ്ചേശ്വരം തൊട്ട് അങ്ങ് പാറശാല വരെ IMAയുടെ ഇമേജ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവർ സ്വന്തം വണ്ടി ഉപയോഗിച്ച് എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി പാലക്കാട് പോയിട്ട് അതിനെ എന്താ പറയുക നിശ്ചയിച്ച് വൃത്തിയാക്കുന്നത് ഇമേജിലുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമ്മളെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഏറ്റവും ചെറിയ ടെലി ഹോസ്പിറ്റൽ. മാപ്കോസ് പ്രസിഡന്റ് VC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CT സജിത്ത്, V ദിവാകരൻ മാസ്റ്റർ, TP പ്രേമനാഥൻ, ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഒളവിലം സഫ്തർ ഹാഷ്മി വായനശാലയിൽ വായനാ പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു. സമാപനവും IV ദാസ് അനുസ്മരണവും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഒളവിലം സഫ്ദർ ഹാഷ്മി വായനശാലയിൽ ജൂൺ 19 മുതൽ ആരംഭിച്ച വായനാ പക്ഷാചരണ പരിപാടികളുടെ സമാപനവും IV ദാസ് അനുസ്മരണവും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. പലരും 4ാം ക്ലാസ് പഠിപ്പ് നിർത്തിയിട്ട പലരും വീടി കെട്ടാൻ പോയി തുടങ്ങി. മാക്സിം ഗോർക്കിയുടെ അമ്മ, വിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം, കാട്ടുകടന്നൽ. ഇന്ന് ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ ഈ മക്കൾക്ക് എന്നെ കണ്ണെല്ലാം മുറിച്ചു നോക്കും. അങ്ങനെയാ ഈ നാടിനകത്ത് വീടി തൊഴിലാളിയിൽ സാമൂഹ്യ ബോധം ഉണ്ടായത്. നാട്ടിൽ ഞങ്ങളുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഒരു വലിയ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വായനശാലയിൽ നിന്നും പരമാവധി ആളുകൾ പാത്തിപ്പാലത്ത് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടക്കുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കണം. ദാസമാഷ് വായനശാല പ്രസ്ഥാനത്തെ വലിയ തോതിൽ ഈ കേരളത്തിലാകെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. ഹരിത ഗ്രന്ഥാലയം പദ്ധതിയുടെ ഭാഗമായി വായനശാലയുടെ പരിസരത്തുള്ള 200 വീടുകളിൽ തുണി സഞ്ചി വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. വായനാദിന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം, പുസ്തക പ്രദർശനം എന്നിവയും ഉണ്ടായി. ഹൈസ്കൂൾ വിഭാഗം സാൽവിയ TP. വായനശാല പ്രസിഡന്റ് Y ചിത്രാൻ അധ്യക്ഷത വഹിച്ചു. ചൊക്ലി കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് K പ്രദീപൻ, വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് അജിത രാജൻ, N പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി P സാജു സ്വാഗതവും ലൈബ്രറിയൻ സുജിഷ നന്ദിയും പറഞ്ഞു. UAE പാലോറത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലോറത്ത് മുഹിയുദ്ദീൻ മദ്രസയ്ക്ക് നൽകുന്ന TV സമർപ്പണവും SSLC +2 സമസ്ത പൊതുപരീക്ഷ തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുല്ലൂക്കര പാലോറത്ത് വെച്ച് നടന്നു. പാനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. UAE പാലോറത്ത് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലോറത്ത് മുഹിയുദ്ദീൻ മദ്രസയ്ക്ക് നൽകുന്ന TV സമർപ്പണം നടത്തി. പുല്ലൂക്കര പാലോറത്ത് വെച്ചാണ് പരിപാടി നടന്നത്. പാനൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമൈസ തിരുവമ്പാടി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. അവിടെ നിങ്ങൾ പഠിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരെയും മക്കൾ തന്നെയാണ്. കാരണം പല പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ നമ്മൾ രക്ഷിതാക്കൾ വളർത്തുന്നത്. കാരണം പഴയ കാലത്തുള്ള ഒന്നിനും പ്രതിയില്ലാത്ത അവസ്ഥയിൽ ഓരോരുത്തർ ജീവിച്ചിട്ടുണ്ട്. കാരണം സ്കൂളുകളിലെ പുസ്തകമൊക്കെ 5 കൊല്ലം 6 കൊല്ലം കൈമാറിയ പുസ്തകം തന്നെയാണ് ഓരോ വിദ്യാർത്ഥികളും
അത് കൈമാറി എടുക്കുക. യൂണിഫോം തുന്നി പിടിപ്പിച്ചിട്ടും ചെരുപ്പ് ഔട്ടേ ഇല്ലാണ്ടും ചെരുപ്പ് തുന്നി പിടിപ്പിച്ചിട്ടെല്ലാണ് പഴയ കാലത്ത് ജീവിച്ചു പോകുന്നത്. കാരണം എത്ര ഇപ്പൊ കഷ്ടപ്പാടുണ്ടെങ്കിലും രക്ഷിതാക്കൾ ആ കഷ്ടപ്പാട് അറിയിക്കാണ്ടാണ് മക്കളെ വളർത്തുന്നത്. കാരണം ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും നിങ്ങൾ നല്ല രീതിയിൽ എല്ലാ രക്ഷിതാക്കളും വളർത്തുന്നു. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉയരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സയ്യിദ് റിയാസ് അധ്യക്ഷനായി. റസാഖ് പുത്തൻപുരയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസയ്ക്ക് നൽകുന്ന ടെലിവിഷൻ പുത്തൻപീടികയിൽ ഹയർസിൽ നിന്നും PP അബൂബക്കർ ഹാജി ഏറ്റുവാങ്ങി. ലത്തീഫ് ഹാജി നെല്ലൂർ, സൂപ്പി അവിയാട്ട്, ഫാറൂഖ് പാലോറത്ത്, സമദ് അവിയാട്ട്, സലീം സഖാഫി, മഹമ്മൂദ് അവിയാട്ട്, ഖാദർ തട്ടൻ്റെവിട, മൂസ പുല്ലുക്കര, PP റഹീസ്, ഷാനിഫ് അവിയാട്ട്, TM മുസ്തഫ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഷംസീർ തെറ്റുമ്മൽ സ്വാഗതവും ഷുഹൈബ് തായിഫ് നന്ദിയും പറഞ്ഞു. തലശ്ശേരി പാറക്കെട്ട് സാംസ്കാരിക സമിതി വായനശാലയുടെയും AKG മന്ദിരത്തിന്റെയും DYFIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന കേരളം കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. P പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. M അഷ്റഫ്, C ഷീജ എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KK സമീർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കേരള ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് ശ്രദ്ധാപ്രകാശൻ സോഷ്യോളജി മലയാളം ഡിഗ്രി മെയിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 3ാം റാങ്ക് നേടിയ കൃഷ്ണ ദിലീപ്, LSS USS SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പാറക്കെട്ട് മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും DYFI തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി P സനീഷ് ആദരിച്ചു. ഗെയിംസ് തുടങ്ങിയ സന്നദ്ധ സംഘടന എല്ലാവർക്കും ഈ നാടിന്റെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ യുവത്വത്തെ വാർത്തെടുക്കാനുള്ള വലിയ പോരാട്ടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇത്ര കോടി പഠിച്ചു, ഇത്ര കേസ് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഇതിന്റെ ഹബ്ബ് എന്ന രീതിയിലേക്ക് പലപ്പോഴും നമ്മളിങ്ങനെ സംശയപ്പെടുമല്ലോ. എന്നാൽ അതിന് 2 വശങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര കേസുകൾ കണ്ടെന്ന് പറയുമ്പോൾ പോലീസിന്റെയും എക്സൈസിന്റെയും ശക്തമായ എൻഫോഴ്സ്മെന്റ്. കേരള കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയൻ CIT 31ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി. തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് ക്യാമ്പ് നടന്നത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ST ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ളത് സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഹകരണ മേഖലയിലെ ഒരു കരുത്തുറ്റ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് കേരള കോർപ്പറേറ്റ് എംപ്ലോയീസ് യൂണിയൻ. ജീവനക്കാരുടെ വിവിധ മേഖലകളിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമര പോരാട്ടങ്ങൾ ഇക്കാലം അത്രയും നടത്തി വന്ന സംഘടന കൂടിയാണ് യൂണിയൻ. ആ സമര പോരാട്ടങ്ങൾക്കൊപ്പം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തലശ്ശേരി ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത യൂണിയൻ്റെ നേതൃത്വത്തെ, ഏരിയ കമ്മിറ്റിയെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പ്രമോദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി പുത്തലത്ത് സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ആശുപത്രി ഡയറക്ടർ KV മോഹനൻ, KCEU ജില്ലാ വൈസ് പ്രസിഡന്റ് T ദേവാനന്ദൻ എന്നിവർ സംസാരിച്ചു. KCEU ആശുപത്രി യൂണിറ്റ് സെക്രട്ടറി N രമേശൻ നന്ദി പറഞ്ഞു. KCEU അംഗങ്ങളായ നിരവധി പേർ രക്തദാനം നടത്തി. ജൂലൈ 13-ന് കോടിയേരി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ വാഴയിൽ ശശി നഗറിലാണ് ഏരിയ സമ്മേളനം നടക്കുക. പൊന്നം കുണ്ടിച്ചിറയിലെ വിജ്ഞാനദായിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയവരെയും LSS USS പരീക്ഷയിൽ വിജയിച്ചവരെയും പൊന്നം സൗത്ത് LP സ്കൂൾ, പൊന്നം വെസ്റ്റ് LP സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ വർഷം 4ാം ക്ലാസ്സിൽ നിന്ന് മികച്ച വിജയം കൈവരിച്ചവരെയും നീറ്റ് യൂണിവേഴ്സിറ്റി മംഗലാപുരം
ബയോ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഡെസി ടിഎമ്മിനെയും ആദരിച്ചു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. അതിന് നമുക്ക് ഈ പഠനത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയണം. അതിനാണ് വായനശാലകൾ. യൂസഫ് മലാലിയെ നിങ്ങൾക്കറിയാം. അഫ്ഗാനിസ്ഥാനിലെ ഒരു പാവം പെൺകുട്ടിയായിരുന്നു ആ മോള്. താലിബാൻ ഇനി മുതൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകേണ്ടതില്ല, പഠിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ മോള് ഉപ്പയോട് പറഞ്ഞത് എനിക്ക് പഠിക്കണം, എനിക്ക് സ്കൂളിൽ പോകണമെന്നാണ്. അങ്ങനെ താലിബാനെ ധിക്കരിച്ചപ്പോൾ അവരതൊരു പ്രതികാരം ചെയ്തത് ഈ മോളുടെ നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടാണ്. ആ മോള് ഭീകരമായി പരിക്കേറ്റു. ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നിട്ടും ആ മോള് പറഞ്ഞത് എനിക്ക് പഠിക്കണം, എനിക്ക് സ്കൂളിൽ പോകണമെന്നാണ്. അത് വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. വലിയ ചാനലുകളെല്ലാം ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ആ പെൺകുട്ടി നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മോളായിട്ട് മാറി. മാത്രമല്ല ആ മോള് തൻ്റെ അനുഭവങ്ങൾ പുസ്തകമാക്കി മാറ്റി. ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ആ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ എല്ലാ രാജ്യങ്ങളുടെയും അംഗരാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന സഭയിൽ ഈ മോളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വലിയ ഒരു അംഗീകാരമായിരുന്നു. ആ മോള് പ്രസംഗിച്ച് തൻ്റെ പുസ്തകം വായിക്കാനുള്ള, സ്കൂളിൽ പോകാനുള്ള പോരാട്ടത്തെക്കുറിച്ച് ആ മോള് വായിച്ചു പറഞ്ഞു ആ പ്രസംഗത്തിൽ. എന്നിട്ട് ആ മോൾ ആ പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്: എ പെൻ, എ ബുക്ക് ആൻഡ് എ ടീച്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. ഒരു പുസ്തകത്തിന്, ഒരു പേനയ്ക്ക്, ഒരു അധ്യാപികക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. അതുകൊണ്ട് പുസ്തകം നമ്മുടെ ഏറ്റവും നല്ല ചങ്ങാതിയായി മാറണം. പഠിക്കണ പുസ്തകം മാത്രമല്ല. പഠിക്കണ പുസ്തകത്തിൻ്റെ ഒരു കുഴപ്പം എന്താ അറിയോ? അത് മോശമെന്നല്ല. നിങ്ങളിവിടെ SLC പരീക്ഷ എഴുതിയ കുട്ടി, ഫുൾ A+ കിട്ടിയ കുട്ടിക്ക് ഞാൻ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇപ്പോൾ കൂടി ഒരു പരീക്ഷ നടത്തിയാലോ ഒരു പ്ലസ് ഉണ്ടാവില്ല അല്ലേ? അതല്ല അന്നേക്ക് വേണ്ടി പഠിച്ചാന്നാ, അതിൽ പുറത്ത് വെക്കാൻ പറ്റുമെന്നാ. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെ പഠിപ്പ്. നമ്മുടെ കുട്ടികൾക്ക് അറിവുണ്ടാവുന്നുണ്ട്, തിരിച്ചറിവുണ്ടാവുന്നില്ല. നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുന്നുണ്ട്, വിവേകം ഉണ്ടാവണില്ല. ഇതാണ് പുതിയ കാലത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് വലിയ പഠിപ്പൊക്കെ ഉണ്ടായിട്ടുള്ള, ഇപ്പം ജാമ്യം കഴിഞ്ഞ ദിവസം കിട്ടി, വിസ്മയെ കൊലപ്പെടുത്തിയ, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ 4ാം ക്ലാസ് തോറ്റോണമെന്നല്ല, MMB ആയിരുന്നു. സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഷക് മനോജ്, തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വാത്സൻ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സാവിത്രി, GN ദിനേഷ് ബാബു, T വിജിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഡെസി മറുപടി പ്രസംഗം നടത്തി. കേരള പ്രവാസി സംഘം ചമ്പാട് വില്ലേജ് സമ്മേളനം പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം രമേശൻ കണ്ടോത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ചമ്പാട് വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം രമേശൻ കണ്ടോത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തേക്ക് വരുന്ന വരുമാനം ഏതാണ്ട് 6,89,100 ലക്ഷം ഡോളറാണ്. 6,89,100 ലക്ഷം എന്ന് പറയുമ്പോൾ ആ 6,89,100 കൂടെ 5 പൂജ്യം കൂടി ചേർക്കണം. ഇതിൽ വായിക്കണം. അത് വെച്ച് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി പോകും. 6,89,100 ശേഷം അതിന്റെ കൂടെ 5 പൂജ്യങ്ങൾ ചേർക്കുക. ആ 5 പൂജ്യങ്ങൾ ചേർത്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഡോളർ എന്ന് പറയുന്ന ഡിനോമിനേഷനാണ്. അത് ഇന്ത്യൻ മണിയിലേക്ക് മാറ്റണമെങ്കിൽ ഇന്നത്തെ വിനിമയ നിരക്ക് വെച്ച് അതിന് 90 കൊണ്ട് വീണ്ടും ഇന്ത്യ ചെയ്യണം. കാൽക്കുലേറ്റർ വേണം അല്ലെ? അപ്പൊ അത്രയും വലിയൊരു സംഖ്യ ലോകത്തെ പ്രവാസികൾ ഈ ഇന്ത്യ രാജ്യത്തേക്ക് പ്രതിവർഷം അയച്ചുകൊണ്ടിരിക്കുക. പ്രസിഡന്റ് P മോഹനൻ അധ്യക്ഷനായി. വില്ലേജ് സെക്രട്ടറി C മനോജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി ജിഷാന്ത് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. പനൂർ ഏരിയ പ്രസിഡന്റ് നസീർ ഇടവലത്ത് സംസാരിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ സ്വാഗതം പറഞ്ഞു.
60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സെക്രട്ടറിയായി മനോജിനെയും പ്രസിഡന്റായി മോഹനെയും തെരഞ്ഞെടുത്തു. ടെമ്പിൾ ഗേറ്റ് സ്പോർട്ടിംഗ് അറീന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വായനാ വസന്തം പരിപാടിക്ക് തുടക്കമായി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ N. ദേവാനന്ദന് കേശ് അവാർഡ് നൽകി. ചടങ്ങിൽ വെച്ച് പ്രമോദ് വൈദ്യരുടെ മകൻ ഹരിദിൻ കൃഷ്ണ 15,000 രൂപയുടെ പുസ്തകങ്ങൾ ലൈബ്രറിക്ക് കൈമാറി. ലൈബ്രറി പ്രസിഡന്റ് KP മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളായ U. ബ്രിജേഷ്, സനീഷ് കുമാർ, മുൻ മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, A. ധന്യ, KC അജിത് കുമാർ, MK വിജയൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കണ്ണംവെള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കഥാപ്രസംഗ കുലപതി സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്തു. NK ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാംബശിവൻ എന്ന് പറയുന്ന വ്യക്തി കൊല്ലം ജില്ലയിലെ ചവറ എന്ന് പറയുന്ന സ്ഥലത്ത് 1929 ജൂലൈ 4 അത് ഇന്നലെയാണ് ജനിച്ചത്. സാധാരണ ഏവരെയും പോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പ്രാദേശിക ഹൈസ്കൂളിൽ നടന്നു. ചടങ്ങിൽ G. മുകുന്ദൻ, KK പുരുഷോത്തമൻ, നമിത രജീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാംബശിവന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. രചന കനവത്ത് കഥാപ്രസംഗം കർണൻ അവതരിപ്പിച്ചു. കോവലന്റെ ധർമ്മപത്നിയാണ് കണ്ണകി. ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. അമ്മൻകോവിലിൽ വെച്ച് അവൻ അവളെ ആദ്യമായി കണ്ടുമുട്ടിയ
ആ അസുലഭ നിമിഷത്തെ അവൻ അവളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കും. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പൊന്നം വില്ലേജ് കൺവെൻഷൻ നടന്നു. കുണ്ടുചിറയിലെ കൂത്തുപറമ്പ് രക്തസാക്ഷി ബാബു മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം എ രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി മുല്ലോളി സുകുമാരൻ, ചാത്തമ്പള്ളി ചന്ദ്രൻ, മുരിക്കോളി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വില്ലേജ് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി പ്രസിഡന്റ് സി ബാലകൃഷ്ണനെയും സെക്രട്ടറിയായി കെ കൃഷ്ണനെയും ഖജാൻജിയായി MP നരേന്ദ്രനാഥിനെയും തിരഞ്ഞെടുത്തു. പള്ളൂർ VN പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1985 SSLC ബാച്ച് കൂട്ടായ്മയായ ക്ലാസ്മേറ്റ് 85 കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ SSLC +2 വിജയിച്ച കുടുംബാംഗങ്ങളിലെ കുട്ടികളെ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. പൂർവാധ്യാപകൻ ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്വമുള്ള രക്ഷാകർത്താവായി മാറി. ചിലരൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നേയില്ല. ചിലർ പേര് പറഞ്ഞപ്പോൾ ചെറിയൊരു ഓർമ്മ മാത്രം, ഇത്രയേ ഉള്ളൂ. എങ്കിലും ചില കുട്ടികൾ ഇപ്പോഴും ഞാനുമായിട്ട് വാട്സപ്പിലൊക്കെ ബന്ധപ്പെടാറുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള ഒരു സുന്ദര മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഇത്രയും സന്തോഷമുള്ള വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം പഴയ കുട്ടികളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. പള്ളൂർ ബോയ്സ് സ്കൂളിലായിരുന്ന കാലഘട്ടങ്ങളിൽ ടീച്ചർ എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ, എക്സിബിഷൻ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ഒന്നിച്ച് ഇടപെടലിട്ട് പൂർവ്വ വിദ്യാർത്ഥി അഡ്വക്കേറ്റ് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ പ്രസിഡന്റ് വി സജിത്ത് അധ്യക്ഷത വഹിച്ചു. ക്ലാസ്മേറ്റ് അംഗങ്ങളായ ശിവകുമാർ, മഹേന്ദ്രരാജ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി NK ഗണേശൻ സ്വാഗതവും EV സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള പാനൂർ ഏരിയ സമ്മേളനം നടന്നു. കരിയാട് KNUP സ്കൂളിൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. പാനൂർ ഏരിയ പ്രസിഡന്റ് KK സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. VMSന്റെ ഗവൺമെന്റ് അടിത്തറയിട്ടിട്ടുള്ള ജനക്ഷേമകരമായ സാമൂഹ്യക്ഷേമ മേഖലയിലെ മുന്നേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ തുടർച്ചയായി വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റുകളാണ് ഇവയെല്ലാം ഇത്രയും മെച്ചപ്പെടുത്തിയത്. ഇവയെല്ലാം ഇങ്ങനെ മെച്ചപ്പെടുത്താൻ എങ്ങനെയാണ്? നിങ്ങളെ ചെറുപ്പത്തിൽ ആശുപത്രി പോയത് ഓർമ്മിച്ച് നോക്കുക. സൂചി വെക്കാനെങ്കിലും പോയിട്ടുണ്ടാവില്ലേ? സൂചി വെച്ച് കഴിഞ്ഞാൽ കൈൻ്റെ ഇവിടെ ഇങ്ങനെ നല്ല ഒരു സംഭവം ഇപ്പോൾ എല്ലാവരെയും ഈ പനിയും പൊതിച്ച് നോക്കി കാണാൻ പറ്റും. ഇവിടെ ഒരു സംഭവം അല്ലേ? ആശുപത്രിയിൽ സൂചി വെക്കാൻ പോയത് ഓർമ്മയുണ്ടാവും. അന്നുള്ള ആ ഒരു ചുറ്റുപാട് നിങ്ങൾ നോക്കൂ, ഇന്നുള്ള ചുറ്റുപാട് നോക്കൂ. ആശുപത്രി തലശ്ശേരി ആശുപത്രി നോക്കിയാൽ മതി. എത്ര ഡീസന്റ് ആയിട്ട് എത്ര നീറ്റായിട്ടാണ് കൈകാര്യം പോകുന്നത്. ആരോഗ്യമേഖല കൊണ്ടൊരു പ്രശ്നമില്ലാന്നല്ല. ആരോഗ്യമേഖലയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത വിഷയമോ ആവശ്യത്തിന് ഫണ്ട് ലഭ്യമാകാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ എല്ലാം ഉണ്ടാവാം. സംസ്ഥാന സെക്രട്ടറി O വാസു അധ്യക്ഷത വഹിച്ചു. VP സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രജിത്ത് അബൂബക്കർ വയനാട്, അജയൻ E സുരേശൻ കണ്ണൂർ, പ്രേമി KK മിനി എന്നിവർ സംസാരിച്ചു. VT സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ഇലക്ട്രിക്കൽ ബോധവൽക്കരണവും പ്രദർശനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. കൂത്തുപറമ്പ് ഇന്റർനാഷണൽ വൈസ് മെൻസ് ക്ലബ് 30ാം വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കൂത്തുപറമ്പ് നഗരസഭാധ്യക്ഷ V സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തില് കുറെ കൂടി മെച്ചപ്പെട്ട തട്ടിൽ അല്ലെങ്കിൽ ഒരു ലെയറിൽ ജീവിക്കുന്ന ആളുകളാണ് ഇത്തരം സംഘടനകളിലെല്ലാം അണിനിരന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഒന്ന് മനസ്സ് വെച്ചാല് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഒരുപാട് ആളുകളെ സമൂഹത്തില് നമ്മുടെ സഹായം ആവശ്യമുള്ള ഒട്ടേറെ ആളുകളെ സഹായിക്കാനും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് ഇനിയും കുറെ കൂടി അതിന് വ്യാപ്തി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നത് ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ കുറെ കൂടി തിരിച്ചറിവുകൾ എനിക്കും വന്നിട്ടുള്ള ഒരു കാലമാണിത്. അപ്പൊ നമ്മള് കരുതുന്നതിലപ്പുറം
നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മള് കേരളം ഇപ്പോൾ ഒട്ടേറെ വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് VN കുമുദൻ അധ്യക്ഷത വഹിച്ചു. 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ കർമ്മം റീജിയണൽ ഡയറക്ടർ PS ഫ്രാൻസിസ് നിർവഹിച്ചു. പുതിയ അംഗത്വ വിതരണത്തിന് റീജിയണൽ സെക്രട്ടറി സുന്ദർ രാജുലു നേതൃത്വം നൽകി. ഈ വർഷത്തെ സാമൂഹ്യക്ഷേമ പരിപാടിയുടെ ഉദ്ഘാടനം പാട്യം ഗ്രാമപഞ്ചായത്തിലെ ഒരു ക്യാൻസർ രോഗിക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K രാമദാസ് നിർവഹിച്ചു. ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ അർജുൻ ജനാർദ്ദനൻ, സാനിയ സുരാജ്, ഇഷിക ഷിബി എന്നിവർ റീജിയണൽ ബുള്ളറ്റ് എഡിറ്റർ സേതു മാധവനിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സ്ഥാനമേറ്റ പ്രസിഡന്റ് C വിശ്വനാഥൻ അടുത്ത വർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ വിശദീകരിച്ചു. നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ KP സനിൽകുമാർ, വിന്യ വിനീത്, വനിതാ വിഭാഗം പ്രസിഡന്റ് റീജ സനിൽ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ, ഏരിയ സർവീസ് ഡയറക്ടർ ഉഷ വിശ്വം, ദീപു ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ജ്യോതിക ബാൽ സ്വാഗതവും സെക്രട്ടറി CM പ്രേമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ്ബ് കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി C വിശ്വനാഥൻ പ്രസിഡന്റായും CM പ്രേമൻ സെക്രട്ടറിയായും, ഖജാൻജിയായി AP വിനോദും, മെനറ്റസ് ക്ലബ്ബ് പ്രസിഡന്റായി റീജ സനിൽ, സെക്രട്ടറിയായി ദേവി പ്രേമൻ, ഖജാൻജിയായി ശ്രീജ രമേശ്, ലിങ്ക്സ് ക്ലബ്ബ് പ്രസിഡന്റായി സാനിയ സുരാജിനെയും സെക്രട്ടറിയായി ഇഷിക ഷിബിയെയും തിരഞ്ഞെടുത്തു. മഹാത്മാ റെസിഡൻസ് അസോസിയേഷനിലെ SSLC+2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. അധ്യാപകനും കവിയും ക്വിസ് മാസ്റ്ററുമായ ആനന്ദ് കുമാർ പറമ്പത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആനന്ദ് കുമാർ പറമ്പത്ത് ആദരിച്ചു. മാഹിയിൽ അധ്യാപകനായിട്ട് വരുന്നത്, അതിനു മുമ്പേ അധ്യാപകനായിട്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുന്നെങ്കിലും 1987 ആ 87 മുതൽ 2018 വരെ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയാം അന്ന് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളും ഒരുപക്ഷെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അതേസമയം ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു വെപ്രാളമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ടാകാറുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് T സിയാദ് അധ്യക്ഷത വഹിച്ചു. M ശ്രീജയൻ, രസ്ന അരുൺ എന്നിവർ സംസാരിച്ചു. കളരിപ്പാറ്റിൽ പുതുച്ചേരിയിൽ നിന്നും നാഷണൽ ലെവലിലെത്തിയ അസോസിയേഷൻ അംഗങ്ങളായ സംഗീത ശ്രീജു, അർണവ് ശ്രീജു എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി രൂപേഷ് ബ്രഹ്മം സ്വാഗതവും റഫീഖ് വട്ടോത്ത് നന്ദിയും പറഞ്ഞു. തൂവക്കുന്ന് കൂറ്റേരിൻ്റവിട തറവാട്ട് ദേവത ഗുളികൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, സുദർശന ഹോമം എന്നിവ നടന്നു. തിങ്കളാഴ്ച ഗണപതി ഹോമം, പഞ്ചദ്രവ്യ ശുദ്ധി കലശ പൂജ എന്നിവയ്ക്ക് ശേഷം മൂലംപെറ്റ ഭഗവതി ദേവസ്ഥാനം പൂജാരി മനോജ് പണിക്കരുടെ കാർമ്മികത്വത്തിൽ ഗുളികൻതറ പുനഃപ്രതിഷ്ഠാകർമ്മം നടന്നു. അണിയാരം ശിവക്ഷേത്രം മേൽശാന്തി ഗണേഷ് ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാ ബ്രഹ്മ കലശോത്സവം എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് ഗുളികൻ പൂജയും ഉണ്ടായി. നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. न च व्योमभूमिर्न तेजो न वायुः चिदानन्दः
എല്ലാവിധ മരുന്നുകൾക്കും 12% മുതൽ വിലക്കിഴിവോടെ പന്ന്യന്നൂർ പഞ്ചായത്തിലെ ആദ്യ നീതി മെഡിക്കൽ സ്റ്റോർ മീത്തിലെ ചമ്പാടിനടുത്ത മാക്കുനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകാരി കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ 5ാമത് സംരംഭമായാണ് നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ മരുന്നുകൾക്കും 12% മുതൽ വിലക്കിഴിവോടെ പന്ന്യന്നൂർ പഞ്ചായത്തിലെ ആദ്യ നീതി മെഡിക്കൽ സ്റ്റോർ മീത്തിലെ ചമ്പാടിനടുത്ത മാക്കുനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകാരി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ 5ാമത് സംരംഭമായാണ് നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോർ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ പാനൂരിലാണ് അടുത്ത ഫാർമസി. അതിനിടയിലെല്ലാം ഫാർമസികളുണ്ട്, ഞാൻ മുദ്രച്ചപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് ഇനിയും ആയിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഒരു ചെറിയ സൗകര്യമുണ്ട് നിർത്തി വാങ്ങാൻ. ഈ മറ്റു പ്രദേശത്തിൻ്റെ ഒക്കെ പ്രത്യേകത ഒരു വണ്ടി നിർത്തി നമുക്കൊരു മരുന്ന് വാങ്ങണമെന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. ഇവിടെ റോഡ് തന്നെയാണെങ്കിൽ പോലും ഒരു ചെറിയ സമയത്തേക്കൊന്ന് തങ്ങി ഒരു മരുന്നും വാങ്ങി ഉടനെ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. ഏതായാലും ഈ 5ാമത്തെ സംരംഭം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തേണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നീതി സ്റ്റോറാണ് എന്നതുകൊണ്ട് ഒരു ചെറിയ ശതമാനം വിലക്കുറവിൽ തന്നെ നമുക്ക് ഈ സ്റ്റോറിനെ ആശ്രയിക്കാൻ സാധിക്കും. ഇവിടെ വേണ്ടുന്ന ഒരു കാര്യം, വന്ന് ചോദിക്കുന്ന എല്ലാ മരുന്നുകളും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവില്ല. അടുത്തൊരു ഷോപ്പിന് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അടുത്തൊന്നും ഷോപ്പില്ല. അതുകൊണ്ട് പരമാവധി കസ്റ്റമേഴ്സിൻ്റെ ഒരു നില പഠിക്കാൻ 1 മാസമോ 2 മാസം എടുക്കേണ്ടി 1-2 മാസത്തിനുള്ളിലായി കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുന്ന മരുന്നുകളുടെ സ്റ്റോക്ക് ഉണ്ടാകും. അതെല്ലാം സ്റ്റോറിന് ഇതിൻ്റെ ഡയറക്ടർ ബോർഡിന് നന്നായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ ഡയറക്ടർ ബോർഡ് കുറച്ചു കാലമായി നമ്മൾ ഏതെങ്കിലും ഡൈവേർട്ട് ചെയ്തുകൊണ്ടുള്ള പുതിയ മേഖലകളിലേക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ആലോചിക്കുകയും. പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം സി രൂപ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ജയരാജൻ, കെ ശശിധരൻ, റഹീം ചമ്പാട്, CP അനീഷ് എന്നിവർ സംസാരിച്ചു. സഹകാരി കൺസ്യൂമർ സ്റ്റോർ പ്രസിഡന്റ് ടി ഹരിദാസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ടി അഷ്കർ നന്ദിയും പറഞ്ഞു. നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം. ആരാധന ടൈലറിംഗ് ഷോപ്പ് കൊളശ്ശേരി പാറക്കെട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ ടൈലറിംഗ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം ബാലൻ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ സിന്ധു, ഷീജ എന്നിവർ സംസാരിച്ചു. തെയ്യം കലാകാരന്മാരുടെ ഉടയാടകൾ തയ്യാറാക്കുന്നതിന് ശ്രദ്ധേയയായ രചിതയാണ് പുതുതായി ടൈലർ ഷോപ്പ് ആരംഭിച്ചത്. ഇതിനു പുറമെ സാരി, ചുരിദാർ, ഉടുപ്പ്, ബ്ലൗസ് എന്നിവയും തയ്ച്ച് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ടൂറിസം വകുപ്പാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവന്നതെന്നും സുരേന്ദ്രൻ.
മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ചൊവ്വാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക്. ബസ് ഉടമകൾ പ്രതിഷേധ പ്രകടനം നടത്തി. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ കിഫ്ബി സഹായത്തോടെ മികവിന്റെ കേന്ദ്രമാകുന്നു. 50 കോടി രൂപരേഖ തയ്യാറാക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.